മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. കൊല്ലം KSRTC ഡിപ്പോയിൽ നടന്ന ഈ പ്രിയദർശിനി ബസ് ഉദ്ഘാടന പരിപാടിയിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം. ആർക്കാടാ ബിന്ദു ചേച്ചിയോട് ഇത്ര അധികം വൈരാഗ്യം? ചൂടുള്ള പായസം തലയിലാണ്ട് ഒഴിച്ചു. അല്ല അതിൻ്റെ ഇടയിലെ സിന്ദാബാദായിട്ടല്ലേ എന്ത് സംഭവം? സ്ത്രീകളുടെ സൗജന്യ യാത്ര അല്ലേ? എടോ, സ്ത്രീകളുടെ സൗജന്യ യാത്ര സത്യം പറയുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇത് ഒരുപാട് ആഗ്രഹിച്ചെന്നുള്ളതാണ്. കാരണം നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് യാത്ര പോകുന്ന സമയത്ത് KSRTC നിലവിൽ സാധാരണ പ്രൈവറ്റ് ബസ്സിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കണമല്ലോ. നല്ല സമാധാനത്തോടു കൂടി യാത്ര ചെയ്യാൻ KSRTC തന്നെ വേണം. അപ്പൊ നമ്മളെ വീട്ടുകാരായിട്ട് യാത്ര ചെയ്യുമ്പോൾ അമ്മ പെങ്ങന്മാര് പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലേ കൂടെ. അവിടെ ഒരു ടിക്കറ്റിന്റെ പൈസ കുറഞ്ഞു കിട്ടിയ നല്ലതാണെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതൊന്നും കൂടാതെ വിനോദയാത്രകൾക്ക് പോവാൻ, തീർത്ഥാടന യാത്രക്കൊക്കെ പോകാൻ വേണ്ടി സതീശൻ സാറ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഫ്രീ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാ, ഫ്രീ ഫ്രീ ഫ്രീ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കൊലച്ചതിയും കൂടി നടക്കുന്നുണ്ട് ഞാൻ പിന്നീട് അറിഞ്ഞത്. എന്താ കൊലച്ചതി എന്നല്ലേ? കാരണം അല്ലെങ്കിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ആകെ 2 ബസ്സായിട്ട് ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഇടയിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലുണ്ട് പരപ്പനങ്ങാടി ഡിപ്പോനെ കുറിച്ചൊക്കെ പറയുന്നത്. അവിടെ ഏത് ഡിപ്പോ എനിക്കൊരു പിടിയില്ല. എന്തായാലും അവിടെ 4 ബസ് ഉണ്ട് അത്രേ, പുലർച്ചെ, നട്ടുച്ചക്ക്, വൈകുന്നേരം, അർദ്ധരാത്രി. എന്തായാലും നമുക്ക് റിപ്പോർട്ടർ ചാനൽ എന്തോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണാം. സൗജന്യ യാത്ര ഇന്ന് രാവിലെ തുടങ്ങുമെന്ന പ്രഖ്യാപനമുണ്ടായി. 9 മണിക്ക് ശേഷം അത് പ്രതീക്ഷിച്ച് ഒരുപാട് സ്ത്രീകൾ നിരത്തിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടയിൽ എത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നിരവധി ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ഒരൊറ്റ സൗജന്യ ബസ് പോലും കണ്ടില്ല. ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് വിഷമം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്. എന്താ സംഭവിച്ചത്? രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഫ്രീ നെടുമങ്ങാട് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള ബസ്. എത്രയോ ജനങ്ങൾ നമ്മളെല്ലാം ഓരോരുത്തന്ന് വരുന്നവരാ. അപ്പൊ നെരിയാമ്പൂട്ടിന്ന് വരുന്നതാണ്, നെരിയാമ്പൂട്ടിന്നാണ്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് കൊടപ്പനക്കുന്നിലേക്ക് എത്ര സമയം നിന്നിട്ട് ശേഷം 3/4 മണിക്കൂറായി. അതും സൈക്കിൾ വഴിയെ തന്നെ ഇവിടെ ചോദിച്ചത്. സിറ്റി പാസ് കൊടപ്പനക്കുന്ന്. അരുൺ, ഇത് കണ്ടോ? എല്ലാ ബസ്സുകൾക്കും സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറാണ് പതിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഏകദേശം എല്ലാ സ്ത്രീകളും സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. അവർക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. എത്ര മണിക്കാ വന്നത്? ഞാനാണെങ്കിൽ 3/4 മണിക്കൂർ നരിയാമ്പൂടാണ്, പുൽപ്പടിയിൽ നിന്നതാണ്. കിട്ടാനില്ലാത്തോണ്ട് സാധാരണ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ 9 മണിക്ക് എന്താണോ നിങ്ങൾ അങ്ങനത്തെ വാർത്തകൾ കൊടുക്കുന്നത്? ആ ബസ് കണ്ടറിഞ്ഞൂടെ? അത് സിറ്റി ഫാസ്റ്റ് തന്നെയാണ്, അത് ഓർഡിനറി ബസ് അല്ല. ഓർഡിനറി ബസ് എങ്ങനെയാ നമുക്കറിയില്ലേ? എന്നാൽ ഓർഡിനറി ബസ്സിലും ചില കളികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഓർഡിനറി ആയത് ബസ്സുകളൊക്കെ എന്തായി ഒറ്റയടിക്ക് സിറ്റി ഫാസ്റ്റ്? സംശയമുണ്ടോ? കഴിഞ്ഞ ദിവസം മറുനാടൻ TV പുറത്തു വിട്ടപ്പോ അത് കുത്തിത്തിരിപ്പാന്ന് ആൾക്കാർ പറഞ്ഞേ. ഇപ്പൊ ഇന്നെന്താ പറയുന്നത് കേട്ടോക്കെയല്ല കാണാം. എന്തായാലും ഈ ഉദ്ഘാടനത്തിന് തൊട്ട് തലേ ദിവസമായ ഇന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ അതിനാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകൾ, നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് പല ബസ്സുകളിലും, അതായത് ഈ ഇലക്ട്രിക് ബസ്സുകളിൽ ഉൾപ്പെടെ ഈ KSRTCയിൽ നിന്നും അവർ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത്, അതായത് ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഇതുവരെ നമ്മൾ തലസ്ഥാനത്ത് ഇതുവരെ കാണാത്ത നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഈ 10ൽ 9 സിറ്റി ഫാസ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളായി ഉള്ളത് എന്നാണ്. നീ വല്ലാണ്ട് ചിലക്കല്ലേ? അനക്കെതിരെ കേസ് നാളെ എന്തായാലും ഉണ്ടാവും, ഇക്കുണ്ടാവും. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. കാരണം ഭരിക്കുന്ന സർക്കാരിനെതിരെ സംസാരിക്കാൻ പറ്റൂല പോലും. അപ്പൊ പിടിച്ച് അകത്തിടത്രേ. അങ്ങനെയാണെങ്കിൽ ജയിലങ്ങ് നിറയും കേട്ടാ. അതവിടെ നിൽക്കട്ടെ. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് ജയിലൊക്കെ ചെറുത് തന്നെ, സെൻട്രൽ ജയിൽ ഒന്നും കൂടി ഉണ്ടാക്കണമെന്നുള്ളത്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെ പിടിച്ചിടാനാവുക. എന്തേലൊക്കെ ആവട്ടെ. അപ്പോ ഇത്രയും നാൾ ഓർഡിനറി ബസ്സായിരുന്ന സ്ഥലത്ത് അതൊക്കെ ഫാസ്റ്റ്, സിറ്റി ഫാസ്റ്റ്. ഇനി എന്തൊക്കെയാകുമോ എന്തോ. പിന്നെ VD സതീശനെ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ KSRTCയോട് പറഞ്ഞിട്ടുണ്ട് വരുമാനം കണ്ടെത്താനുള്ള എന്ത് പണിയാ ചെടുത്തോ എന്നുള്ളത്. പെണ്ണുങ്ങളെ ഇവിടെ ഫ്രീ ആയിട്ട് കയറ്റണം, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ അവർ ഇത്രയും ദിവസം ഓടുന്ന ബസ്സൊക്കെ എടുത്തിട്ട് ഫാസ്റ്റ് ആക്കും. പക്ഷെ ഇവര് പറഞ്ഞല്ലോ 4000 ചില്ലറ ബസ്സുകളിൽ 2000 ചില്ലറ ബസ്സുകൾ ഓർഡിനറിയാന്ന്. ഒറ്റ ദിവസം കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും അതൊക്കെ ഫാസ്റ്റ് ആയി കേട്ടാ, സിറ്റി ഫാസ്റ്റ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ഇട്ട ഈ റിപ്പോർട്ട് കൂടിയും കാണാം. എന്താ ഇപ്പൊ സൗജന്യ ബസ് ഇല്ലാന്ന് പറഞ്ഞു? സൗജന്യ ബസ് നമ്മളെ ഈ സിറ്റിയിൽ കൂടുതൽ ഓടുന്നത് സിറ്റി ഫാസ്റ്റ് ആണ്. സിറ്റി ഫാസ്റ്റിന് ഇല്ലല്ലോ.
ഇല്ല, നിങ്ങൾ മറുപടി പറയുന്നത് എങ്ങനെയാ ഇവരോട്? പറയും പ്രിയദർശിനി എഴുതിക്കുന്ന ബസ്സിൽ കയറാൻ പറയും. ഏതാണ്ട് 10 മിനിറ്റിലധികമായി, ഒന്നും കാണും. വരും ചില റൂട്ടിൽ നല്ല കുറവുണ്ട് അല്ലേ? അല്ല, സിറ്റി ഫാസ്റ്റ് ആണ്. നമുക്ക് സിറ്റി ഡിപ്പോകളിൽ സിറ്റി ഫാസ്റ്റ് വണ്ടികളാണ് കൂടുതലുള്ളത്. ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത് തുടങ്ങാതെ നമുക്ക് വേണമെങ്കിൽ അരുണെ, നമുക്ക് ഇവിടെ ഇപ്പൊ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് അറിയാലോ അരുണ്. ആ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നതാണ്. ഇപ്പോ പഴയങ്ങാടി ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ഏതാണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നീണ്ടു കിടക്കുന്നതാണ്. സൗജന്യയാത്ര ഇത് ഓർഡിനറി ബസ്സാണല്ലോ. ഇവിടത്തേക്ക് അല്ല, ഒരു ബസ് സ്റ്റാൻഡ് അരുൺ, നമ്മൾ നിറങ്ങണ്ടാൽ വിചാരിക്കും ഇത് ഓർഡിനറി ആണെന്ന്. പക്ഷേ ഇത് ഓർഡിനറി അല്ല, ഭംഗിയായി സിറ്റി ഫാസ്റ്റ് എന്ന്. ഇത് സിറ്റി ഫാസ്റ്റ് ആണോ? അത് ഇത് ഇന്നലെ വരെ ഇല്ലാതിരുന്നതാണ്. ഇന്നലെ വരെ ഇല്ലാത്തത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്റെ പൊന്നെ. എന്തായാലും നല്ല കാര്യം കേട്ടോ, KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള നല്ല കാര്യമാണ്. ഞാൻ അതിനെ സ്വീകരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരായിട്ടുള്ള യാത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കാര്യമാണ്. പക്ഷെ വാക്ക് പാലിക്കണം. 100 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് ബസ്സൊന്നുമില്ല, ആകെ ഇവിടുത്തെ 2 ബസ് എങ്ങനെ ഉള്ളൂ. അത് കൂടുതൽ തരേണ്ടി വരും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല പറഞ്ഞതെന്ന് പറയരുത്. കാരണം നൊണേഷേട്ടന്റെ വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങളെടുത്ത് പുറത്തിടും, അത് വേറെ കാര്യം. അപ്പൊ ഈ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരുപാട് പ്രചരണങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. അതിൽ പിഷാരടി ബസ്സിൽ കയറുന്നതും പിന്നെ KC വേണുഗോപാൽ ബസ്സിൽ കയറിയതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല കാര്യമാണ്, ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിലൂടെ പൊട്ടന്മാരാക്കരുത് മനുഷ്യന്മാരെ എന്ന് പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളുണ്ട്, അവർക്ക് ഫ്രീ. 5ന്റെ കായില്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഫ്രീ. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ത്രീകൾ പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ എടപ്പാളിലേക്ക് ഒരു സബ്സ്ക്രൈബറെ കാണാൻ പറ്റി. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ KSRTC ഫ്രീ യാത്രയെ കുറിച്ചിട്ടുള്ള കാര്യം. ഞങ്ങൾ സമത്വം ആഗ്രഹിക്കുന്ന ആളുകളാണ്, പുരുഷനും സ്ത്രീയും ഈക്വൽ ആണ് എന്ന് വാദിക്കുന്ന ആളുകളാണ്. ആ ഒരു സമയത്ത് സ്ത്രീകൾ വളരെ താഴെയാണെന്ന രീതിയിലാണ് ഈ സർക്കാർ ഇങ്ങനെ സാധനം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും പറയണ്ട, കിട്ടണ ഒരു അവസരം അത് നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലാതെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആദർശം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, അത് പറയേണ്ടടുത്ത് പറഞ്ഞോളൂ. അല്ലാതെ ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും വിചാരിക്കണം എന്നില്ല. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായി. കാരണം ഞാനും ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സൗജന്യമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും വരാൻ കേട്ടാ. എന്തായാലും കുറെ ബസ്സുകൾ ഇനി ഫാസ്റ്റ് ആയിട്ട് ഓടും, ഓർഡിനറി. സുല.